ഹലോ പ്രിയ സുഹൃത്തുക്കളെ, 3 ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ വീണ്ടും വിദ്യാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കൂട്ടുകാരെ, ഇന്നലെ റിപ്പബ്ലിക് ഡേ ആയിരുന്നല്ലോ. എത്ര പേർ സ്കൂളിൽ വന്നു? റിപ്പബ്ലിക് ദിനത്തിന്റെ പരിപാടികളിൽ പങ്കെടുത്തു? 1950 ജനുവരി 26-നാണ് നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക് കൺട്രി ആയതെന്ന് എല്ലാവർക്കും അറിയില്ലേ? കൂട്ടുകാരെ, റിപ്പബ്ലിക് ദിനത്തിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണ്ടേ? നിങ്ങളോട് ഇപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം RJ മറിയം റിസ നാലിബി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മെഡോണ 39.25 പറയാം പാടാം കേട്ടു രസിക്കാം. കൂട്ടുകാരെ, നമ്മുടെ രാജ്യം എങ്ങനെയാണ് റിപ്പബ്ലിക് ആയത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരുന്നതിനായി നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ ചേരുന്നു. വെൽക്കം ഡിയേഴ്സ്. ജനുവരി 26 നമ്മുടെ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയ ദിനമാണ്. ഈ മഹത്തായ ദിനത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൂട്ടുകാരെ, നമ്മൾ എല്ലാവർക്കും അറിയാം, 1947 ആഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. പക്ഷേ അന്ന് ഇന്ത്യക്ക് സ്വന്തമായി നിയമങ്ങൾ ഇല്ലായിരുന്നു. അതിനുശേഷം നമ്മുടെ രാജ്യത്തെ എങ്ങനെ ഭരിക്കണം, ജനങ്ങൾക്ക് എന്തൊക്കെ അവകാശങ്ങൾ നൽകണം എന്നിവ എഴുതാൻ ഡോക്ടർ BR അംബേദ്കർ നയിച്ച ഒരു സംഘം ഒരു വലിയ റൂൾ ബുക്ക് തയ്യാറാക്കി. ആ റൂൾ ബുക്കിനാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഈ ഭരണഘടന 1950 ജനുവരി 26-ന് പ്രാബല്യത്തിൽ വന്നു. അന്നു മുതൽ ഇന്ത്യ ഒരു റിപ്പബ്ലിക് കൺട്രി ആയി. അതേ കൂട്ടുകാരെ, റിപ്പബ്ലിക് എന്നതിൻ്റെ അർത്ഥം രാജാവോ രാജ്ഞിയോ ഇല്ല, ജനങ്ങൾ തന്നെ രാജ്യത്തെ ഭരിക്കുന്ന രാജ്യം. നമ്മുടെ ഭരണഘടന എല്ലാവർക്കും ഒരുപോലെ പഠിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം, സമത്വം, നീതി എന്നിവ നൽകുന്നു. കൂട്ടുകാരെ, രാജ്യത്തെ സ്നേഹിക്കുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മാത്രമല്ല, നമ്മുടെ ചെറിയ പ്രവർത്തനങ്ങളിലൂടെയും നമ്മൾ നല്ല പൗരന്മാരാകാം. സ്കൂളിൽ നിയമങ്ങൾ പാലിക്കുക, അധ്യാപകരെ ആദരിക്കുക, സുഹൃത്തുക്കളോട് സ്നേഹത്തോടെ പെരുമാറുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. ഇതെല്ലാം ചെയ്താൽ നമ്മൾ നല്ല ഇന്ത്യൻ പൗരന്മാരാകും. ഇന്ന് നമ്മൾ നമ്മുടെ ദേശീയ പതാകയെ അഭിമാനത്തോടെ കാണുന്ന ദിനമാണ്. പതാകയിലെ അശോകചക്രം നമ്മൾ എല്ലായ്പ്പോഴും മുന്നോട്ട് പോകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂട്ടുകാരെ, നമ്മൾ നല്ല കുട്ടികളായി വളർന്നാൽ, നമ്മൾ നല്ല മനുഷ്യരാകുമ്പോൾ നമ്മുടെ ഇന്ത്യ കൂടുതൽ ശക്തവും സുന്ദരവും ആവും. ഹായ് സുഹൃത്തുക്കളെ, റിപ്പബ്ലിക് ദിനത്തിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത് മുഹമ്മദ് സീഷാൻ 4th B, ഫൈസാൻ അലി 4th B എന്നിവരാണ്. താങ്ക് യു ഡിയേഴ്സ്. അതേ കൂട്ടുകാരെ, നമ്മുടെ രാജ്യം നമുക്ക് തന്ന സ്വാതന്ത്ര്യം നമ്മൾ ശരിയായി വിനിയോഗിക്കണം. നമ്മൾ നല്ല കുട്ടികളായാൽ, നന്നായി പഠിച്ചാൽ, നല്ല മനുഷ്യരായാൽ നമ്മിലൂടെ ഇന്ത്യ കൂടുതൽ ശക്തമാകും. അതിനായി നമുക്ക് പ്രയത്നിക്കാം, പ്രാർത്ഥിക്കാം. ജയ് ഇന്ത്യ. നാളെ വീണ്ടും കാണുന്നത് വരെ ദിസ് ഈസ് സൈനിങ് ഓഫ് RJ മറിയം റിസ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മെഡോണ 39.25 പറയാം പാടാം കേട്ടു രസിക്കാം.